ആസാഫ് എന്ന് പറയുന്നയാള് കർത്താവ് പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞത്, ഈ കോൺഗ്രിഗേഷനകത്ത് ആളുകൾ ഇരിപ്പുണ്ട്. വാട്ട് വിൽ ഐ ടോക്ക് ടു മൈ ജനറേഷൻ? എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി. സംശയങ്ങളാ, ഒത്തിരി സംശയ. രോഗം വന്നു, ചെല്ലേണ്ട അടുത്ത് ചെന്നില്ല. ഇറ്റ്സ് ഫുൾ റിഗ്രറ്റ് ലൈക്ക് ഏസാഫ്. അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ചോദ്യങ്ങൾ മാറുന്നില്ല. ഒരു നിമിഷം ദൈവസന്നിധിയിലോട്ടൊന്ന് തിരിഞ്ഞാൽ, മൗനമായിരിക്കേണ്ടവനല്ല നിങ്ങൾ, മൗനമായിരിക്കേണ്ടവനല്ല നിങ്ങൾ. നിങ്ങളുടെ അധരത്തിലൂടെ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ സംസാരിപ്പാൻ ദൈവത്തിന്റെ നിയോഗം ദൈവത്തിന് അയക്കാനുണ്ട്. ഏത് അധരത്തിലൂടാണോ മിസ്റ്റേക്ക് പറയാൻ ചിന്തിച്ചത്, ആ അധരമായി ഇപ്പൊ പറയുന്നത്, ഞാനിത് മറച്ചു വെക്കത്തില്ല, ഞാനിത് അടുത്ത തലമുറയോട് പറയാൻ പോവാ. എന്റെ ഫീലിംഗ് അല്ല ഞാൻ പറയാൻ പോകുന്നത്, ദൈവത്തിന്റെ വലുപ്പമാണ് ഞാൻ പറയാൻ പോകുന്നത്. കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇവിടെ നോക്കുമ്പോ 78-ന്റെ 1-ാമത്തെ വാക്യം, ഈ ആസാഫിനെ നമ്മൾ മനസ്സിലാക്കുക. സ്ട്രഗിളിലൂടെ പോയ ആളാ പറയുന്നത്, ഞാൻ മറച്ചു വെക്കത്തില്ല. എന്റെ കാര്യമായിരുന്നേ മറച്ചു വെച്ചേനും, പക്ഷെ ഇതിപ്പോ ദൈവത്തെ കണ്ടോണ്ട് എനിക്കിനി മറച്ചു വെക്കാനൊക്കത്തില്ല. ഐ എം ഗോയിങ് ടു ഡിക്ലെയർ ദ വണ്ടേഴ്സ് ഓഫ് ദ ലോർഡ്. 78-ന്റെ 1-ൽ എന്തോ ഒരു അധികാരത്തോട് ആസാവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. എന്റെ ജനമേ, നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാമോ? കാണുന്നവർ, വാക്യം കാണുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് വായിക്കാം. 78-ന്റെ 1. എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ, എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി നിർത്തണം. ആരാ ഇത്? ആരാ ഈ ആസാഫ് എന്നറിയാമോ? 1 ദിനവൃത്താന്തം 6 എഴുതിയിട്ടുണ്ട്. ഒരു ലേവ്യനാ, ബിലോങ്സ് ടു ദ ട്രൈബ് ഓഫ് ലിവായ്. തീർന്നില്ല. 1 ദിനവൃത്താന്തം 16 പാട്ടുകാരനാ, വർഷിപ്പ് ലീഡറാ. 1 ദിനവൃത്താന്തം 25 ഒരു പ്രവാചകനാ. 2 ദിനവൃത്താന്തം 29 ഒരു ദർശകനാ. എന്നെ ഇത് വളരെ ചിന്തിപ്പിച്ചു. ആരായി പറയുന്നത്? എന്റെ ഉപദേശം കേൾക്കണം, എന്റെ വായുമൊഴികൾക്ക് ചെവി തരണമെന്ന് പറഞ്ഞത് ഇന്നത്തെ ഒരു ടീച്ചർ പോലല്ല, ഒരു വർഷിപ്പ് ലീഡറായി ഇത് പറയുന്നേ. യഥാർത്ഥ ഉണർവിൽ ദൈവവചനമായിരിക്കും പ്രൊമിനന്റ് ആയി കാണുന്നത്. എന്തുവാ ഇപ്പൊ പറയേണ്ടതിനി? പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. വർഷിപ്പാന്നേലും പറയണമെന്ന് ആസാവ് പറയുന്നേ. പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ 78-4 3 കാര്യങ്ങളാ പറയുന്നേ. മറച്ചു വെക്കാതെ തലമുറയോട് എന്തോ പറയണം? യഹോവയുടെ സ്തുതി. 2 ബലം, അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തി. എന്തുവാ ഇവിടെ പറയുന്ന യഹോവയുടെ സ്തുതി? ആ സങ്കീർത്തനം 73-ന്റെ കോണ്ടെക്സ്റ്റിൽ 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ എക്സോഡസിനെ കുറിച്ചാ പറയുന്നത്. ദൈവത്തിന്റെ നീട്ടിയ ഭുജം കൊണ്ട് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചു. യഹോവയുടെ സ്തുതി. നമ്മൾ അടുത്ത തലമുറയോട് പറയാൻ പോകുന്ന കാര്യം എന്തുവാ? പലരും പറയുന്നത് എന്താണെന്നറിയോ? മോനെ, 40 വർഷം മുമ്പ് മാവേലിക്കരെ നമ്മളൊരു കുടിലായിരുന്നു, ഇന്ന് കർത്താവ് നമ്മളെ ഇത്രയും കൊണ്ടുവന്നു. ഒരു ജനറേഷൻ പോകാൻ കാര്യം എന്താണെന്നറിയോ? ആവശ്യമില്ലാത്തത് പറഞ്ഞു, ഉപദേശമില്ലാത്ത സംഗീതം വെച്ചു, യേശു കേന്ദ്രീകരിക്കാതെ ഓൺ സക്സസ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 1 ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ആർട്ടിക്കിൾ വന്നു. എന്താണെന്നറിയാമോ വന്നത്? Because this country is celebrating 250 years of freedom. ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുക, 10 Indians who influenced USA എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തിരിക്കുക. ആരൊക്കെയാണെന്നറിയാമോ? മൈക്രോസോഫ്റ്റിലെ ആളുണ്ട്, സത്യ നദൽ. അവിടെ ഉണ്ട്. ഗൂഗിളിലെ ആളുണ്ട്, പിച്ചൈ, സുന്ദർ പിച്ചൈ ഉണ്ട്. അത് കഴിഞ്ഞ് 3-ാമത്തെ ഒരാളുടെ പേരുണ്ട്, IBM-ന്റെ അരവിന്ദ് കൃഷ്ണ ഉണ്ട്. 4-മതുണ്ട്, മുൻ പെപ്സിക്കോയുടെ ഡയറക്ടറായിരുന്ന ഇന്ദിര നൂയി അതിനകത്തുണ്ട്.
അഞ്ചാമത്തെ ഒരു പേരുണ്ട്, വേൾഡ് ബാങ്ക് പ്രസിഡന്റായ അജയ് ബംഗ അതിനകത്തുണ്ട്. ഞാൻ നോക്കുമായിരുന്നു, ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പെന്തിക്കോസുകാരനുണ്ടോ? ഒരാളും ഇല്ല. ഇന്ത്യൻ എക്സ്പ്രസ് ആർട്ടിക്കിൾ അവർ പഠിച്ചിട്ട് പറയുക, ഈ ഭാരത വംശജർ അമേരിക്കയെ സ്വാധീനിച്ച 10 പേരിൽ IBM കാരനുണ്ട്, മൈക്രോസോഫ്റ്റുകാരനുണ്ട്, ഗൂഗിളുകാരനുണ്ട്. നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ടും ആരും ഇല്ലെന്നാ ഞാൻ ഈ പറയുന്നത്. നമ്മൾ പിന്നെ എന്തോ കഥയാ കുഞ്ഞുങ്ങളോട് പറയുന്നേ? BMW കഥയാണോ? ഇനി ഈ 10 പേരിൽ ഒരാളായാലും ഈ കഥയാണോ പറയേണ്ടത്? ദൈവത്തിന്റെ സ്തുതി എന്ന് പറയുന്നത് എന്നെ ഒരു പണക്കാരനാക്കുന്നതല്ല. ദൈവത്തിന്റെ സ്തുതി എന്ന് പറയുന്നത് കുടില് മാറ്റി കൊട്ടാരം വെച്ചതല്ല. ദൈവത്തിന്റെ സ്തുതി എന്താണെന്ന് ഞാൻ പറയാം. ഈ സദസ്സിനകത്ത് ഇരിപ്പുണ്ടല്ലോ, 40 വർഷമായി ഈ രാജ്യത്തിൽ ജീവിച്ചിട്ടും ഒരു വീട് പോലും മാറ്റാതെ തങ്ങളുടെ എന്തൊക്കെ സമ്പാദ്യമുണ്ടോ അതെല്ലാം ഇന്ത്യൻ മിഷൻസിന് കൊടുക്കുന്നവർ ഈ സദസ്സിൽ ഇരിപ്പുണ്ടല്ലോ. 20-ാം വയസ്സിൽ കെട്ടപ്പെട്ട കുടുംബത്തിൽ നിന്നും, പൈശാചിക ബന്ധനമുള്ള കുടുംബത്തിൽ നിന്നും ദൈവം ഒരാളെ തെരഞ്ഞെടുത്ത് ഇന്ത്യൻ വംശജനായ ഒരാള് ഇപ്പോൾ 2000-ൽ പരം സ്റ്റാഫുകൾ വെച്ച് നാഗ്പൂരിനെ ചലിപ്പിക്കുന്ന കഥ ഇതിനകത്തിരിപ്പുണ്ടല്ലോ. അടുത്ത തലമുറ കേൾക്കേണ്ടത് BMW കഥയല്ല, അടുത്ത തലമുറ കേൾക്കേണ്ടത് മെർസിഡീസിന്റെ കഥയല്ല, ദൈവം തൊട്ട കഥ, കിട്ടിയതല്ല കൊടുത്ത കഥ, ദൈവം ബലപ്പെടുത്തിയതിന്റെ കഥ. അതാ ദൈവത്തിന് സ്തുതി തരുന്നത്. ദൈവത്തിന് സ്തുതി. അടുത്ത കേൾക്കണമേ, ദൈവത്തിന്റെ ശക്തി എന്ന്. ശക്തി എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ഈ സങ്കീർത്തനം 73-ന്റെ കോണ്ടെക്സ്റ്റിൽ ചെങ്കടൽ വിഭജിച്ചു, അതാ ശക്തി. പക്ഷെ ഞാൻ 73 ശ്രദ്ധിച്ചു നോക്കിയപ്പോ അത് മാത്രമല്ല ദൈവത്തിന്റെ ശക്തി. അടുത്ത തലമുറയോട് പറയണം, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി പറയണം, ആ കൂട്ടത്തിൽ ദൈവത്തിന്റെ ശക്തിയും പറയണം. എന്താ ശക്തി എന്നറിയാമോ? 21, 22 വാക്യങ്ങളിൽ സങ്കീർത്തനം 78-ാമത്തെ അധ്യായം. ആകയാൽ, കാണുന്നവർ എന്നോട് കൂടെ വായിക്കാമോ? ആകയാൽ യഹോവ അത് കേട്ട് എന്തോ ചെയ്യുക? കോപിച്ചു. അനുസരണക്കേട് കാണിച്ചോണ്ടിരുന്ന, ആവശ്യമില്ലാതെ സംസാരിച്ചോണ്ടിരുന്ന, വർഷിപ്പ് എന്ന് പറഞ്ഞ് ഉപദേശത്തെ അയച്ചു വിട്ടാൽ, അവിടെ എഴുതിയിരിക്കുക, ദൈവം കോപിച്ച് അവൻ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യുകയാൽ തന്നെ 31-ാം വാക്യം, ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദൈവത്തിന്റെ കോപം ഒരാളുടെ മേൽ വന്നാൽ ഒരു ഇൻസുലേഷനും പിന്നെ വർക്ക് ചെയ്യത്തില്ല. ഡോളറിന്റെ ഇൻസുലേഷൻ വർക്ക് ചെയ്യത്തില്ല, സംഘടനയുടെ ഇൻസുലേഷൻ വർക്ക് ചെയ്യത്തില്ല, ഒരു ഇൻഷുറൻസിന്റെ ശക്തിയും പിന്നെ വർക്ക് ചെയ്യത്തില്ല. മൂന്നാമത് പറയുന്നത് അവന്റെ അത്ഭുത പ്രവൃത്തി. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അത്ഭുത പ്രവൃത്തിയെ പറയണം. എന്തുവാ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്നറിയാമോ? ആളിന്റെ മുഖം നോക്കാതെ സുവിശേഷത്തിന്റെ ശക്തി വിതയ്ക്കാൻ തയ്യാറായാൽ നമ്മളെ കൊണ്ട് കഴിയാത്തത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം ചെയ്യും.